അസ്സലാമലൈക്കും ഗൈസ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് തേങ്ങാച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. തേങ്ങാച്ചോറിന് ഇത് ബീഫ് കറിക്കുള്ള റെസിപ്പിയാണ്. ബീഫ് കറി ഉണ്ടാക്കാൻ പോണത് കുറച്ച് ഓയിൽ ഒഴിച്ചു, പിന്നെ വലിയ ഉള്ളി 5-6 എടുത്തു, പിന്നെ അത് നല്ലൊന്ന് വരട്ടെ. അപ്പോഴേക്കും കുറച്ചൊരു ഉപ്പിട്ടു, അതൊന്ന് ഇതായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ജാറ് ഇപ്പുറത്തെടുത്തു. ഒരു ജാറെടുത്തിട്ട് നല്ല അതൊന്ന് ഇതായി വരുമ്പോഴേക്കും ഇപ്പുറത്തൊരു ജാറെടുത്ത് 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു ഇത്തിരി വെളുത്തുള്ളി, പിന്നെ പുതിന ഇല ഉണ്ടല്ലോ അത് കുറച്ച്, അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ട്, പിന്നെ കുരുമുളകും വലിയ ജീരകവും ഇല്ലേ അതും കുറച്ച്, അതും ഇട്ടിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ല അരച്ചെടുക്കുക. പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത ആ പേസ്റ്റ് നമ്മൾ ഈ ഉള്ളി ഉണ്ടല്ലോ, ആ വണങ്ങിയ ഉള്ളി ഉണ്ടല്ലോ, അതിൽ ഈ പേസ്റ്റ് അങ്ങനെ ഇടുക. നമ്മൾ അതിലൊഴിക്കുക. അതിലൊഴിച്ചിട്ട് നല്ലൊന്ന് കുറച്ചൊന്ന് ഇളക്കി അതിൻ്റെ പച്ച സ്മെല്ലും ഇതൊക്കെ പോണവരെ ഒന്ന് ഇളക്കി ഒന്ന് ഇതായ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ഒരു ജാർ എടുത്തിട്ട് അതിലൊരു 3-4 ടീസ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 തക്കാളി, അത് നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതും അരച്ചെടുക്കുക. മിക്സിയിൽ നമ്മൾ നല്ല അരച്ചെടുക്കുക. ഒരിത്തിരി വെള്ളം ഒഴിക്കണം, എന്നാലാണ് നല്ല ഇതായത്. അങ്ങനെ അതും അരച്ചെടുത്തിട്ട് ആ അരച്ച ഇതും നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നമ്മൾ ഇതിലിടണം, ഉള്ളിയിലിട്ടിട്ട് അതിലും കുറച്ച് വെള്ളം ആ ജാറിലൊന്ന് കഴുകി ഒഴിക്കുന്നത് എല്ലാവർക്കും ഒരു സ്വഭാവമാണല്ലോ. ജാറിലൊന്ന് കഴുകി ഒന്ന് അതിൽ ഒഴിച്ചിട്ട് നല്ലൊന്ന് ഇളക്കി, പിന്നെ കുറച്ച് മല്ലിയില ഇടണം. നമ്മൾ നല്ലൊന്ന് ഇളക്കണം. മസാല അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകണം, പച്ച സ്മെല്ലെല്ലാം പോകണം. പച്ച സ്മെല്ലൊക്കെ പോയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മല്ലിയില കുറച്ച് മല്ലിയില ഇട്ടിട്ട് പിന്നെ വീണ്ടും നമ്മൾ നല്ല ഇളക്കി പിന്നെ ഒന്ന് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോയിരിക്കണം. ബീഫ് ശരിയായി, കറക്റ്റായി ഗ്രേവി. പിന്നെ നമ്മൾ ബീഫ് എടുത്തിട്ട് അതിലിടുക. 1.25 കിലോ ബീഫാണ്. ബീഫ് എടുത്തിട്ട് അതിലിടുക. ആ ബീഫ് എടുത്ത് നല്ല ഇളക്കിയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല കുറച്ച് ഉപ്പ് തികഞ്ഞിട്ടില്ലാത്ത പോലെ ഇട്ടിട്ടുണ്ട്. അത് നല്ലൊന്ന് ഇളക്കി വിട്ടിട്ട് പിന്നെ നമ്മളൊരു കുക്കറിൻ്റെ മൂടി എടുത്തിട്ട് ഒരിത്തിരി വെള്ളം ഒഴിച്ചു കേട്ടോ. ഞാൻ അതിൽ എനിക്ക് വെള്ളം തികയാത്ത പോലെ തോന്നിച്ചു. ഈ തേങ്ങാച്ചോറിന് കുറച്ച് ചാറ് വേണമല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വെള്ളം ഒഴിച്ച് അത് വിസിൽ വരാൻ വേണ്ടി വെച്ചു. അപ്പോഴേക്ക് തേങ്ങാച്ചോറിനുള്ള നമ്മൾ ഇതാക്കി മട്ടരിയാണ്. അത് നല്ല കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കഴുകിയിട്ട് അതൊരു ചട്ടിയിലിട്ട് നമ്മൾ പിന്നെ ഈ അരി എടുത്ത പാത്രത്തിൽ തന്നെ 2 പാത്രം, ഒരു 1.5 പാത്രം വെള്ളം എടുത്തു, അതിലൊഴിച്ചു. പിന്നെ കുറച്ച് തേങ്ങ ചതച്ചെടുത്തതാണ് തേങ്ങ, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവയും ചെറിയ ജീരകവും, പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കുറച്ചിട്ടിട്ട്, പിന്നെ ഉപ്പ് ഇട്ടിട്ട്, ചെറിയ ഉള്ളി കുറച്ച് നമ്മൾ റൗണ്ടായിട്ട് നമ്മൾ താളിക്കാനൊക്കെ അരിയുമല്ലോ അതേപോലെ ഇട്ടിട്ട് അതും നല്ല ഇളക്കി ഒന്ന് മിക്സായി. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിടണം. ഉപ്പ് എത്ര ഉണ്ട് പാകത്തിനൊക്കെ ആയോജിച്ചിട്ട് പിന്നെ നമ്മൾ എന്തായാലും വേകാൻ വേണ്ടിയിട്ട് അങ്ങനെ അടുപ്പിൽ വയ്ക്കുക. അപ്പോഴേക്കും അത് അപ്പുറത്ത് വെന്ത് വരുമ്പോഴേക്കും അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡിയായി. ബീഫ് കറിയും റെഡിയായി, അപ്പോഴേക്കും തേങ്ങാച്ചോറും റെഡിയായി. അങ്ങനെ അതാ ബീഫ് കറിയും തേങ്ങാച്ചോറും. ഓക്കെ, എല്ലാവരും ചെയ്തു നോക്കി, സൂപ്പറായിട്ടുണ്ടാവും.